ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ തിരുനാവക്കരസരെ കുറിച്ച് മനസ്സിലാക്കാം. പ്രശസ്തരായ 4 ശൈവ ആചാര്യന്മാരിൽ ഒരാളായിരുന്നു തിരുനാവുക്കരസർ. അപ്പർ എന്നും അദ്ദേഹത്തെ വിളിച്ചിരുന്നു. തിരുമുനൈപ്പാടി നാട്ടിലെ തിരുവാമൂരിലാണ് അദ്ദേഹം ജനിച്ചത്. പിതാവിന്റെ പേര് പുകലനാർ എന്നും മാതാവിന്റെ പേര് മദിനിയാർ എന്നുമായിരുന്നു. ഇവരുടെ ആദ്യ സന്താനം ഒരു പെൺകുഞ്ഞായിരുന്നു. തിലകാവതി എന്നാണ് അവളുടെ പേര്. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഇവർക്കൊരു മകൻ ജനിച്ചു. മരുൾ നീക്കിയാർ എന്ന് നാമകരണം ചെയ്തു. അന്ധകാരത്തെയോ അജ്ഞതയെയോ അകറ്റുന്നവർ എന്നർത്ഥത്തിൽ ആണ് ആ പേര് ലഭിച്ചത്. എല്ലാ ശാസ്ത്രങ്ങളിലും അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. സഹോദരിക്ക് 12 വയസ്സായപ്പോൾ പല്ലവ സൈന്യത്തിലെ മേധാവിയെ കൊണ്ട് നിശ്ചയം കഴിപ്പിച്ചു. ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു. പെട്ടെന്ന് കലശലായ രോഗം പിടിപെട്ട് അച്ഛനും മരിച്ചു. സതി സമ്പ്രദായം ഉള്ളതുകൊണ്ട് അമ്മയും അച്ഛന്റെ ചിതയിലേക്ക് ചാടി. വിവാഹ നിശ്ചയം കഴിഞ്ഞതുകൊണ്ട് തിലകാവതിയും മരണത്തിന് കീഴ്പ്പെടാൻ തീരുമാനിച്ചു. സഹോദരനും മരണത്തിന് കീഴ്പ്പെടും എന്ന് കരുതി തിലകവതി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഒരു സന്യാസിനി ജീവിതമായിരുന്നു പിന്നീട്. ഒരു ശിവയോഗിനിയായി മാറി. അപ്പറിന് ഒരമ്മയുടെ സ്ഥാനമായിരുന്നു തിലകാവതിയിൽ കണ്ടിരുന്നത്. നായനാർക്ക് ജൈനമതത്തോട് വല്ലാത്തൊരു ആകർഷണം തോന്നി. പാടലി പുത്രത്തിലേക്ക് പോവുകയും ജൈനന്മാരുടെ മതഗ്രന്ഥങ്ങളെല്ലാം സ്വായത്തമാക്കുകയും ചെയ്തു. തിലകവതിയെ ഇത് അത്യധികം വേദനിപ്പിച്ചു. അവർ ജന്മസ്ഥലം ഉപേക്ഷിച്ച് തിരുവടികൈ വിരാടനത്ത് താമസമാക്കി. അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. വിരാട്ടനേശ്വരനോട് തന്റെ സഹോദരനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് കേണപേക്ഷിച്ചു. ഒരു ദിവസം തിലകവതിക്ക് ഭഗവാന്റെ സ്വപ്നദർശനം ഉണ്ടായി. വിഷമിക്കരുത്, അപ്പർ കഠിന താപസികനാണ്. ശക്തമായ ഒരു വയറുവേദനയിലൂടെ അവർ തിരിച്ചു വരും എന്ന് ഭഗവാൻ പറഞ്ഞു. തിലകവതി അതിനായി കാത്തിരുന്നു. അത് സംഭവിച്ചു. നായനാർക്ക് കടുത്ത വയറുവേദന വന്നു. ജൈനന്മാർ പഠിച്ച പണി 18 നോക്കി ശമിപ്പിക്കാനായില്ല. നായനാർക്ക് സഹോദരിയെ ഓർമ്മ വന്നു. ജൈനമത വിശ്വാസം കളഞ്ഞ് സഹോദരിയുടെ അടുത്തേക്ക് ഓടി. ചേച്ചിക്ക് സന്തോഷമായി. കാൽക്കലിൽ നിന്ന് അവനെ സ്നേഹപൂർവം എണീപ്പിച്ചു. വയറ്റിൽ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ഭസ്മം പുരട്ടി. വയറുവേദന അപ്രത്യക്ഷമായി. വിരാട്ടനേശ്വരന്റെ മുന്നിലെത്തിയ നായനാർ ശ്ലോകം ആലപിച്ചു. നിന്റെ താമരപ്പൂക്കളുടെ പാദങ്ങൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. ഗാനം അവസാനിച്ചതോടെ അദ്ദേഹത്തിന്റെ വേദന പൂർണ്ണമായി മാറുകയും ചെയ്തു. ഒരു സ്വർഗീയ ശബ്ദം പറഞ്ഞു, ഇനി മുതൽ നീ തിരുനാവുക്കരസർ എന്ന പേരിൽ അറിയപ്പെടും. വാക്കുകളുടെ പ്രഭു എന്നർത്ഥത്തിൽ. നായനാരുടെ വയറുവേദന മാറ്റാൻ കഴിഞ്ഞാത്തത് ഒളിച്ചു വെച്ചുകൊണ്ട് ജൈനന്മാർ രാജാവിനോട് അഭ്യർത്ഥിച്ചു നായനാർക്ക് തക്ക ശിക്ഷ വിധിക്കണമെന്ന്. നായനാർക്കെതിരെ ധാരാളം കുറ്റകൃത്യങ്ങൾ അവർ ചുമത്തി. രാജാവ് സൈന്യത്തെ വിട്ടു നായനാരെ ഹാജരാക്കാൻ പറഞ്ഞു. പഞ്ചാക്ഷരി മന്ത്രത്തിൽ ഉറച്ചു നിന്ന നായനാരെ കണ്ട് രാജാവ് കോപാകുലനായി. ഓരോ ശിക്ഷയായി കൊടുത്തുകൊണ്ടിരുന്നു. ഒരു കുമ്മായ ചൂളയിൽ 7 ദിവസം അടച്ചിട്ടു. പഞ്ചാക്ഷരി മന്ത്രത്തിൽ ചൂട് തണുത്ത കാറ്റായി മാറി. അദ്ദേഹം രക്ഷിച്ചു. വിഷം കൊടുത്തു നോക്കി. അത് അമൃതായി മാറി. ആനയെ കൊണ്ട് ചവിട്ടാൻ പറഞ്ഞു. ഒരു ഗാനം നായനാർ ആലപിച്ചു. ആന സാഷ്ടാംഗം പ്രണമിച്ചു. പാപ്പാന്മാർക്ക് ദേഷ്യം വന്ന് ആനയെ പ്രഹരിച്ചു. ആന കാട്ടുപോത്തായി കുറെ പേരെ, ജൈനന്മാരെ തന്നെ വകവരുത്തി. പിന്നീട് രാജാവ് ഒരു കല്ലിൽ കെട്ടി കടലിൽ എറിയാൻ പറഞ്ഞു. അവിടെയും സ്തുതിഗീതങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ടു. കല്ല് പൊങ്ങിക്കിടക്കാൻ തുടങ്ങി. കല്ലിന്റെ മേലെ ഇരുന്ന് നായനാർ ജപം തുടങ്ങി. തിരമാലകൾ അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് തിരുപ്പാപ്പുലിയൂർ തീരത്തിൽ എത്തി. അവിടെ ശിവഭക്തരുടെ ഒരു സഭ തന്നെ ഉണ്ടായിരുന്നു. അത്യധികം സന്തോഷവാനായ അദ്ദേഹം ഇനി തനിക്കൊരു ജന്മം വേണ്ടെന്ന് ഭഗവാനോട് അഭ്യർത്ഥിച്ചു.
ഒരു പുഴുവായി ജനിച്ചാലും നാമത്തിൽ മുഴുകാൻ കഴിയണമെന്നും അപേക്ഷിച്ചു. പല്ലവ രാജാവും അവസാനം നായനാരുടെ കാൽക്കൽ വീണു. തിരുവതിക്കയിൽ ഗുണഭാരവീച്ചരം എന്ന മനോഹരമായ ശിവക്ഷേത്രം പണിതു. ജൈനന്മാരുടെ ഭക്ഷണം ശീലിച്ച തന്റെ ശരീരം അശുദ്ധമാണെന്നും ത്രിശൂലത്തിന്റെയും നന്ദിയുടെയും മുദ്ര വേണമെന്നും ഭഗവാനോട് അഭ്യർത്ഥിച്ചു. അതും നടന്നു. പിന്നീട് ചിദംബരത്തേക്ക് പോയി. ക്ഷേത്ര ഗോപുരം കണ്ട മാത്രയിൽ വിസ്മൃതിയിലായി. അവിടെ വെച്ച് സംബന്ധരെ കുറിച്ച് മനസ്സിലാക്കി. പിന്നീട് അങ്ങോട്ട് സംബന്ധരുടെ കൂടെ യാത്രയായിരുന്നു. അവസാനം ഭഗവാൻ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പർ ക്ഷേത്രത്തിൽ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ തറ മുഴുവൻ സ്വർണങ്ങളും വജ്രങ്ങളും വാരി വിതറി. അദ്ദേഹത്തിന് അതെല്ലാം വൈക്കോലിന് സമമായിരുന്നു. അടുത്തുള്ള ഒരു ടാങ്കിൽ എറിഞ്ഞു. ധാരാളം കന്യകമാരെ അയച്ചു. പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പറുടെ ഹൃദയവും ആത്മാവും ഭഗവാന്റെ താമരപ്പൂവിന്റെ പാദങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നു. 81 വയസ്സിൽ ശിവനിൽ ലയിച്ചു. അദ്ദേഹത്തിന്റെ മഹിമ വർണ്ണിക്കാൻ ഈ ജന്മം കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഓം ശിവശക്തിക്ക് രൂപിണ്യേ നമഃ. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.